നമസ്കാരം. മട്ടന്നൂർ നിയോജകമണ്ഡലമാണ് നമ്മൾ നോക്കുന്നത്. ഈ വീഡിയോയിൽ 2016 വോട്ട് നോക്കുകയാണെങ്കിൽ 2016 ഇത് കണ്ടാൽ തന്നെ അറിയാം, LDF കോട്ടയാണ്. 2016 84,000 വോട്ട് ഉണ്ടായിരുന്ന LDFന്, UDFന് 40,000 ഉള്ളൂ. പകുതിയിലും കുറവേ ഉള്ളൂ. NDAക്ക് 18,000 വോട്ടുണ്ട്. 20,000 വോട്ട് 2016 അവിടെ ഉണ്ട്. UDFിൻ്റെ പകുതി വോട്ട് NDAക്ക് അവിടെ ഉണ്ട്. 43,000 വോട്ടിന് വിജയിച്ച മണ്ഡലമാണ് LDF. UDFിനെക്കാട്ടിലും 43,000 വോട്ട്. UDF പിടിച്ചതാകെ 40,000 ഉള്ളൂ. അതിൽ കൂടുതൽ മാർജിനുണ്ട് മട്ടന്നൂരിൽ. 2021 96,000 ഉയർത്തിയിരിക്കുകയാണ്. LDF വീണ്ടും 35,000 പുറകിലോട്ട് പോയി. NDA 18,000 സെയിം വോട്ട് നിലനിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു NDAക്ക് കുറച്ച് പോക്കറ്റ് ഏരിയ അവരുടെ കൺട്രോളിലാണെന്ന് തോന്നുന്നു. ആ വോട്ട് കറക്റ്റായിട്ട് അവിടെ വീഴുന്നുണ്ട്. വിൻ മാർജിൻ നോക്കുവാണെങ്കിൽ 60,000 ഉയർത്തിയേക്കാണ്. നമ്മളത് NDA പിടിച്ച വോട്ടിൻ്റെ ഇരട്ടി കൂടെ വോട്ടിനാണ് LDF ജയിച്ചൊരു സ്ഥലമാണ്. നമുക്ക് 24 വല്ല അത്ഭുതം ഉണ്ടോ നോക്കാം. കാരണം ഇതിലെല്ലാം മലബാറിലെയും വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ട് ലോക്സഭയിൽ UDF ഒന്ന് മുന്നേറിയിട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ട് കൂട്ടിയിട്ടുണ്ട്. യെസ്, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മട്ടന്നൂരിൽ 2024 ലോക്സഭ നോക്കുകയാണെങ്കിൽ LDF തന്നെയാണ് മുന്നിൽ. 70,000 വോട്ടിന് മുന്നിലുണ്ടെങ്കിലും 67,000 വോട്ട് പിടിച്ച് UDF ഫ്രണ്ടിലെത്തിയിരിക്കും. തൊട്ട് പുറയിലുണ്ട്. 60,000 വോട്ടിൻ്റെ മാർജിന് ജയിച്ചൊരു മണ്ഡലത്തിലാണ് 3,000 വോട്ടിൻ്റെ മാർജിനിലേക്ക് UDF എത്തിയിട്ടുണ്ട്. അതൊരു ഭയങ്കരമായിട്ട് UDFിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ് കേട്ടോ. കാരണം ആദ്യത്തെ നമ്മൾ സ്ലൈഡ് നോക്കുവാണെങ്കിൽ, ഒരു മിനിറ്റ് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ, 43,000 വോട്ടിന് ജയിച്ചത് 60,000 വോട്ടിലോട്ട് മാറിയിട്ട് പിന്നെ ലോക്സഭ വരുമ്പോൾ 3,000 വോട്ടിലേക്ക് മാത്രം തിൻ മാർജിന് LDF കടന്നുകൂടുകയാണ് അവിടെ. NDA 19,000 വോട്ട് സ്ഥിരം വോട്ട് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് മുന്നണി ജയിച്ചുള്ള വോട്ട് നോക്കാം. LDF 2016 84,000 വോട്ടുണ്ടായിരുന്നത് 21 ആയപ്പം 12,000 വോട്ട് കൂട്ടി 90,000 ആയി. 2024 ലോക്സഭയിൽ അത് 70,000 വോട്ടായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. 26,000 വോട്ടിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ലോക്സഭയുടെ വോട്ടിംഗ് പാറ്റേണിൻ്റെ വ്യത്യാസമായിരിക്കും, എന്നാലും വലിയൊരു ഇടിവ് പാർട്ടി ഗ്രാമങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. മട്ടന്നൂരിൽ UDFിൻ്റെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2016 അപേക്ഷിച്ച് 40,000 വോട്ടിൽ നിന്ന് 35,000 വോട്ടിലേക്ക് കുറയുകയാണ് ചെയ്തത് 2021. പക്ഷെ അത് ലോക്സഭ വന്നപ്പോൾ വളരെ അതിൻ്റെ ഇരട്ടിയോളം വോട്ട് പിടിക്കാൻ പറ്റുക. 67,000 വോട്ടാണ് 2024 ലോക്സഭയിൽ മട്ടന്നൂരിൽ പിടിച്ചത്. ഇപ്പോൾ എൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുള്ള കറക്റ്റായിട്ട് വീഴുന്നുണ്ടെന്ന് തോന്നുന്നു. 18,000 വോട്ട് 19,000 വോട്ട് എന്നുള്ള സ്റ്റേബിൾ വോട്ട് പാറ്റേൺ ഉണ്ട് അവർക്ക്. ഈ 3 മണ്ഡലം നോക്കുകയാണെങ്കിൽ 3 LDF ആണ് മുന്നിൽ. അതുകൊണ്ട് തന്നെ LDFിന് ഒരു സ്ലൈറ്റ് അപ്പർ ഹാൻഡ് ഉള്ള മണ്ഡലമാണ് മട്ടന്നൂർ. ബട്ട് നമ്മൾ നോക്കേണ്ടത് UDF ഭയങ്കര ഒരു മാർജിൻ, 35,000 വോട്ട് ലാസ്റ്റ് അസംബ്ലിയിൽ നിന്ന് 67,000 വോട്ടിലോട്ട് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു വ്യത്യാസം UDFിന് വോട്ട് പാറ്റേണിൽ വരും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും 2026 ലോക്സഭ ട്രെൻഡാണോ അതോ ഭരണവിരുദ്ധമാണോ നമുക്ക് ഈ ഇലക്ഷനിൽ അറിയാനേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഇതിലൊരു LDFിന് ഒരു അപ്പർ ഹാൻഡുള്ള ഒരു മണ്ഡലമാണ് മട്ടന്നൂർ. അപ്പം എങ്ങനെയാണ് 2026 ആര് ജയിക്കും എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഇത്തരം വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.